ബാസിത് എന്ന പേര്. കാലിക്കറ്റ് ബീച്ചിൽ 11 മാസമായിട്ടുണ്ടാവും. ആളുകളെ സ്നേഹം എടുത്തു പറയേണ്ടതാണ്. ഐമൻ പെർഫ്യൂംസിന്റെ ആളല്ലേ? അതെ ബ്രോ. ഇയാളോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്നാൽ ഇദ്ദേഹത്തെ വീഡിയോയിലൊന്ന് കൊണ്ടുവന്നാലോ എന്ന് വിചാരിച്ചു. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. ആക്ച്വലി ഫ്രീലാൻസർ ആണെങ്കിലും ഒഴിവ് സമയം കിട്ടാറുണ്ട്. സെക്കൻഡ് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു തിങ്കിങ്ങിൽ വെറുതെ ഒരു പേജ് തുടങ്ങിയതാണ്. അന്ന് ഈ ഐമൻ എന്നുള്ള പേരല്ലേ ഉള്ളത്. നോർമലായിട്ട് ഇങ്ങനെ അത്ര ഓൺലൈനായിട്ട് മാത്രം സെയിൽ ചെയ്ത് അതിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് 3 വർഷമായിട്ട് ഞാൻ ഓൺലൈനിൽ അത്ര സെയിൽ ചെയ്തിട്ടുണ്ട്. അത് കോംബോ ആയിട്ടാണ് മാക്സിമം ചെയ്തിരുന്നത്. അതിലൂടെ ഓൺലൈനിൽ ചെയ്യുന്ന കുറേ പരിമിതികളും കുറേ പ്രശ്നങ്ങളൊക്കെ അലട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ റിക്കവർ ചെയ്തു. ഒരു ഷോപ്പ് ഇടാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നുമല്ല. ഞാൻ പണ്ട് കുട്ടിക്കാലങ്ങളിലൊക്കെ ഫാദറിൻ്റെ കൂടെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സുകളിലൊക്കെ ഇഞ്ചുമുട്ടായി അതേപോലെ ട്രയലൊക്കെ ആക്കി ഒരു തോളിലൊരു കയറൊക്കെ കെട്ടിയിട്ട് ആളുകൾ സെയിൽ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അത്ര ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് എൻ്റെതായിട്ടുള്ളൊരു യുണീക്ക് സ്റ്റൈൽ ഞാൻ കൊണ്ടുവന്നത്. ഇതിനു മുമ്പ് ആരും ചെയ്തണമെന്ന് എനിക്കറിയില്ല. പലരും കണ്ടവരൊക്കെ പറഞ്ഞത് യുണീക്കാണെന്നാണ്. ഒരു തുർക്കി സ്റ്റൈലുള്ള ഒരു സ്റ്റൈലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറും ഒരു അത്തര കച്ചവടക്കാരനായിട്ട് മാറാം എന്നല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ അതിനൊരു കോട്ട് കൊടുത്ത് ഫ്രം സ്ട്രീറ്റ് ടു ഡ്രീം പെർഫ്യൂം ബ്രാൻഡ്. സ്ട്രീറ്റിൽ കച്ചവടം ചെയ്തുകൊണ്ട് ഒരു പെർഫ്യൂം ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ്, അങ്ങനെയാണ് ഞാൻ കാലിക്കറ്റ് ബീച്ചിലെത്തിയത്. കാരണം ബീച്ചിൽ വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിലെ ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറിലെ ആളുകളൊക്കെ ഇവിടെ എത്തും. ആദ്യമായിട്ട് ബീച്ചിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു നോർമൽ കച്ചവടമല്ല. ഒരു സൈഡിലൊരു കൗണ്ടർ വെച്ച് സെയിൽ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആളുകളിലേക്ക് ഇത് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം ചെറിയൊരു ചടപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ റിക്കവറായി ഒരു ധൈര്യമായി അങ്ങനെ ദിനംപ്രതി ഇങ്ങനെ വർദ്ധിച്ചു വന്ന് സെയിലിൽ ആളുകളായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ വന്നപ്പം അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തി. ഇന്നത്തെ കാലത്ത് എത്ര വലിയ ഷോപ്പാണെങ്കിലും ചെറിയ ഷോപ്പാണെങ്കിലും ഇനി ഷോപ്പില്ലെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് അത് വലുതാണ്. അത് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗ് ഐമൻ പെർഫ്യൂംസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ ഫേസ്ബുക്ക് പേജും യൂട്യൂബൊക്കെ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് ഇതിന് കൂടെ തന്നെ. ഇതിന് മുമ്പ് കുറച്ച് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ രൂപത്തിൽ ട്രാവലിംഗ് വ്ളോഗ്സ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിചയത്തിൽ നിന്ന് തന്നെ ഇതിലുണ്ടാകുന്ന എൻ്റെ ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ ഞാൻ ഓരോ ക്ലിപ്സും ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞ് പങ്കുവെക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡ് എന്ന എൻ്റെ ജേണിയിലെ ഓരോ കാര്യങ്ങളും ഞാനത് വിവരിക്കാറുണ്ട്. അതിലൂടെ ഒരുപാട് ആളുകൾ ഇൻസ്പയർഡ് ആയിട്ട് ഇവിടെ തന്നെ ബീച്ചിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് പേഴ്സണലായിട്ട് ഓരോരുത്തരിങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനാണ്. കാരണം ഞാനൊന്നുമല്ല, ആകെ ഒരു 10K ഫോളോവേഴ്സുള്ള നമ്മുടെ ബ്രാൻഡ് ജേണിയുടെ ഓരോ വീഡിയോസും കണ്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിലെ ആളുകൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. 11 മാസത്തോളമായി കാലിക്കറ്റ് ബീച്ചിൽ ഞാൻ ഈ ഡ്രൈവും പിടിച്ച് അത്ര സെയിൽ ചെയ്യുന്നത്. എവിടെ വരെ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ജേണി എത്തിയെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് ലോഞ്ച് ചെയ്യണം. അതിൻ്റെ പണിപ്പൂരിലാണ്. പതിയെയാണ് നമ്മളെ ഡ്രീമിലേക്ക് നമ്മൾ എത്തുള്ളൂ. നമ്മൾ തിരക്ക് പിടിച്ച് പെട്ടെന്നൊരു സാധനം ലോഞ്ച് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് അല്ല. നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്ന ഒരു പെർഫ്യൂമായിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യുക. ബീച്ചിൽ അത്ര സെയിൽ ചെയ്തുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് പ്രോ കിട്ടിയതെന്ന് ചോദിച്ചാൽ ഒരുപാട് കണക്ഷൻസ് പെർഫ്യൂമറിയിലുള്ള ഇന്ത്യയിലും അതുപോലെ തന്നെ UAE-ലും അതുപോലെ തന്നെ GCC യൂറോപ്യൻ കൺട്രികളിലെ വ്യത്യസ്തമായിട്ടുള്ള മലയാളികളും അല്ലാത്ത ആളുകളുമായിട്ടുള്ള കണക്ഷൻസ്, പിന്നെ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റി. കാലിക്കറ്റ് ബീച്ചിൽ സ്ഥിരം വരുന്ന അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ബന്ധങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു ഷോപ്പ് എന്ന കൺസെപ്റ്റിൽ നമ്മളൊരു സൈഡിൽ കുറച്ച് പെർഫ്യൂം അത്ര വെച്ച് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ കീഴടക്കാനുള്ള മോട്ടിവേഷൻ നമുക്കൊരിക്കലും നടക്കില്ല. അന്ന് ബീച്ചിൽ വന്ന സമയത്ത് മടി പിടിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ബാഗ് കെട്ടി ഇവിടെ ഇത് ആളുകൾ കണ്ടാൽ എന്തോ പറയുക, എന്തായിരിക്കും നമ്മളിത് സെയിൽ ചെയ്യുമ്പം ആളുകൾ പ്രതികരിക്കുക എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മളെടുത്തൊരു തീരുമാനം, ഇന്ന് 10,000 ആളുകൾ നമ്മൾ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ നമ്മളെ ജേണി കാണാൻ പറ്റി. എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. നിങ്ങളുടെ പരിമിതിക്കുള്ളിൽ വെച്ച് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ചെയ്യുക. ഓക്കെ, ബിസിനസ് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.